കേരളത്തിലെ നദികൾ. കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികളാണ് കേരളത്തിലുള്ളത്. 100 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം 11. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. നെയ്യാറാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. അത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കൂടിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. നദികൾ മലിനമാക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, 244 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ എറണാകുളം, ഇടുക്കി. എറണാകുളം, ഇടുക്കി എന്നീ 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി എന്നാണ്. ശങ്കരാചാര്യരുടെ കൃതികൾ പെരിയാറിനെ അറിയപ്പെടുന്നത് പൂർണ്ണ എന്നാണ്. ശങ്കരാചാര്യരുടെ കൃതികളിൽ പെരിയാറിനെ അറിയപ്പെടുന്നത് പൂർണ്ണ എന്ന പേരിലാണ്. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് പുതുവെപ്പ് എന്ന പേരിലാണ്. മംഗലം പുഴ, മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ പെരിയാർ വേർപിരിയുന്ന സ്ഥലം ആലുവ. ആലുവയിൽ വെച്ചിട്ടാണ് മംഗലം പുഴ, മാർത്താണ്ഡ പുഴ എന്നിങ്ങനെ പെരിയാർ 2 പേരിലായി വേർപെടുന്നു. പെരിയാർ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കൂടിയാണ്. ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദി പെരിയാർ. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദി മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം വയനാടൻ കുന്നുകൾ. വയനാടൻ കുന്നുകളിലാണ് മയ്യഴിപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി കൂടിയാണ് മയ്യഴിപ്പുഴ. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ. പാമ്പാറാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. വലുപ്പത്തിൽ രണ്ടാമതുള്ള നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് വലുപ്പത്തിൽ രണ്ടാമതുള്ള നദി. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയ്ക്കുള്ളത്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കുന്നത് പെരിയാർ. പെരിയാറിനെ കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പ. പമ്പയെയാണ് തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്ന് പറയുന്നത്. ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ 3 പേരുകളിലാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനിപ്പുഴ എന്നാണ്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനിപ്പുഴ എന്ന പേരിലാണ്. കേരളത്തിൽ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത്. വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് പമ്പ. 176 കിലോമീറ്ററാണ് പമ്പാ നദിയുടെ നീളം. കേരളത്തിൽ വലുപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് പമ്പ നദി. ആദ്യകാലങ്ങളിൽ പമ്പയെ ബാരിസ് എന്നറിയപ്പെട്ടിരുന്നു. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് പമ്പ. പമ്പയുടെ ദാനം കുട്ടനാടാണ്. പ്രസിദ്ധമായ ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് പമ്പാ തീരത്താണ്. ശബരിഗിരി, കക്കി പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. പമ്പാ നദിയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം പെരുന്തേനരുവി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. വലുപ്പത്തിൽ 4-ാമതുള്ള നദിയാണ് ചാലിയാർ. 169 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ചാലിയാറിനെ ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നു. ചാലിയാറിനെ ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന നദിയാണ് ചാലിയാർ. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന നദിയാണ് ചാലിയാർ.
നിലമ്പൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. മലിനീകരണ തോത് ഏറ്റവും കൂടിയ കേരളത്തിലെ നദി കൂടിയാണ് ചാലിയാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ ഉദ്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. തൂതപ്പുഴ സൈലന്റ് വാലിയിലാണ് ഉദ്ഭവിക്കുന്നത്. കരിമ്പുഴ, കറവൻപുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിയാറിനെയാണ്. കേരളത്തിലെ മന്ന നദി അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദി. 56 കിലോമീറ്റർ. വയനാടാണ് ഇതുള്ളത്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനി നദിയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കബനി നദി കേരളത്തിൽ നിന്ന് ഉദ്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്ന് ഉദ്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. കബനി തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. കേരളത്തിൽ നിന്ന് ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ. അത് ഇടുക്കിയിലാണ്. പഴയ സിനി പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനി. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. 12 നദികളാണ് കാസർഗോഡുള്ളത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുള്ളത് പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല അത് പാലക്കാടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.